Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Amit deposit ₹1,600 per month in a bank for 18 months in a recurring deposit account. If he gets ₹31,080 at the time of maturity, then what is the rate of interest per annum? ഇത് ICSE സ്പെസിമെൻ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. പി എന്ന് പറയുന്നത് മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. പി എന്ന് പറയുന്നത് അത് നമുക്ക് 1,600 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എൻ തന്നിട്ടുണ്ട് 18 months ആണ്. അപ്പം നമുക്ക് എൻ 18 ആയിട്ട് തന്നെ എടുക്കാം. ഇനി ഇവിടെ 31,080 എന്ന് പറയുന്നത് എന്താണ്, മെച്യൂരിറ്റി വാല്യൂ ആണ്, MV ആണ് 31,080 റുപ്പീസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ദെൻ റേറ്റ് കാണണം. ഇവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, റേറ്റ് കാണണം. അപ്പോൾ നമ്മൾ എന്താണ്, ഏത് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്? തേർഡ് ഫോർമുല വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, M = PN × 1 + R × n+1/2 × 12 × 100. ഓക്കെ അല്ലേ. ആ ഫോർമുല എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുലയിൽ വേണം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന MV നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 31,080 = P എന്ന് പറയുന്നത് 1,600 ആണ്, ഇൻറ്റു 18 ആണ് N എന്ന് പറയുന്നത്, അതിട്ടു. ദെൻ 1 + R × n+1 ആണ്. അപ്പോൾ 18 + 1 നമുക്ക് 19 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 × 12 × 100. അത് നമുക്ക് ജോയിൻ ചെയ്ത് എഴുതാം, കാരണം ഇവിടെ ക്യാൻസലേഷൻ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 × 12 നമുക്ക് 24 എന്നും ദെൻ 00 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2,400 ആവും. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ 1,600നെയും 18നെയും എന്ത് ചെയ്യാം, ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഡിവിഷൻ ഫോം ആവും. 31,080 divided by 1,600 into 18 equal to 1 plus R into 19 19R എന്ന് എഴുതാം, divided by 2,400. ഇനി ക്യാൻസലേഷൻ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ക്യാൻസലേഷനും ഇല്ല. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാക്സിമം എത്രത്തോളം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 31,080നെയും 1,600നെയും നമുക്ക് 4ന്റെ ടേബിളിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 4ന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 777ഉം പിന്നെ ഏതാണ് 1,600ന് അതിലിവിടെ 0 കട്ട് ചെയ്ത് കളയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് 160യും ഏതാണ് 3,108നെയും 4ന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്ന് 777ഉം വരും. താഴെയാണെങ്കിൽ 40യും കിട്ടും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് അടുത്ത പേജിലോട്ടാക്കാം. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് എത്രയാണ് വന്നത്, 777 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു 40യും ഉണ്ട്, ഒരു 18നും ഉണ്ട് അല്ലേ. ദെൻ ഈക്വൽ ടു 1 + R ബൈ എന്താണ്, 19R ബൈ 2,400. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടിരുന്നത്. ഇനി ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവിടെ 18 കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം, 4ന്റെ ടേബിളിലല്ല, ഇവിടെ നമുക്ക് ഏത് ടേബിൾ യൂസ് ചെയ്യാം, 3ന്റെ ടേബിൾ യൂസ് ചെയ്യും. 3ന്റെ ടേബിളിൽ നമുക്ക് ഇവിടെ 18 എന്ന് പറയുന്നത് 6 ടൈംസ് ആവും. 777 എന്ന് പറയുന്നത് 259 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ക്യാൻസലേഷൻ ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് 259 ഡിവൈഡഡ് ബൈ 40 × 6 ചെയ്യുമ്പോൾ 240 കിട്ടും, 240 കിട്ടും. ദെൻ ഈ +1നെയും കൂടി എന്ത് ചെയ്യുക, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ -1 ആവും, ഈക്വൽ ടു 19R ബൈ 2,400. ഇനി ഇവിടെ LCM എടുക്കാം. അപ്പോൾ LCM എടുക്കുമ്പോൾ 259 - 240 ഡിവൈഡഡ് ബൈ 240 ഈക്വൽ ടു 19R ബൈ 2,400. ക്ലിയർ അല്ലേ. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 19 ആണ്. അപ്പം 19/240 ഈക്വൽ ടു 19R ബൈ 2,400. അപ്പോൾ ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ
R കാണാനായിട്ട് 19/2400നെ റെസിപ്രോക്കൽ വേണം ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഇങ്ങനെ വരും R ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 19/240 ഉണ്ട്. ആറിൻ്റെ കൂടെ ഇരുന്ന ഏതാണ് 19/2400ന്റെ റെസിപ്രോക്കൽ വേണം എടുക്കാൻ. അപ്പോൾ 2400 ന്യൂമറേറ്ററിലും വരും, 19 എന്ത് ചെയ്യും ഡിനോമിനേറ്ററിലും വരും. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ 10 ആയിരിക്കും. കാരണം ഒരു 0 ബാക്കി വരുന്നുള്ളൂ, ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. അല്ല ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യണമെങ്കിലും ചെയ്യാം. ഇവിടെ വെച്ച് ചെയ്യുവാണെങ്കിൽ 19 ഇവിടെ വെച്ച് കട്ടായി പോകും, കാരണം രണ്ട് ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്യാം. അതുപോലെ ഡിനോമിനേറ്ററിലുള്ള 240യും ഇവിടെയുള്ള 240യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ ഒരു 10 വരും. ഓക്കെ, അപ്പം ഇവിടെ 1ഉം ഇവിടെ 1 ഈക്വൽ ടു R/10 എന്നാണ് കിട്ടുന്നത്. ദെർഫോർ R ഈക്വൽ ടു എന്താ 1 × 10 10% എന്ന് കിട്ടും. അപ്പം ഇവിടെ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊണ്ടുപോയതിനും ശേഷവും നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ എടുക്കാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പം ഇതിൽ അപ്ലൈ ചെയ്ത ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കുക. MV ഈക്വൽ ടു PN × 1 + R × n+1/2 × 12 × 100. അപ്പോൾ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.